എല്ലാവർക്കും റിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ CUET PG 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3 LLB എൻട്രൻസ് എക്സാംസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നടത്തുന്ന എക്സാംസ് എല്ലാം CUET PGയിലൂടെയാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാം. അപ്പോൾ ഇപ്രാവശ്യം ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ടെസ്റ്റ് പേപ്പറിന്റെ അകത്താണ് നമ്മൾ ഈ ലോ എല്ലാം വരുന്നത്, ലോന്റെ എക്സാം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ ടെസ്റ്റ് പേപ്പർ കോഡ് ഒന്ന് ശ്രദ്ധിച്ചോളൂ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ടെസ്റ്റ് പേപ്പർ ആണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ലോ ഇനി കാണാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ലോന് COQP11 എന്ന് പറയുന്ന ടെസ്റ്റ് പേപ്പർ കോഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, റൈറ്റ്? അപ്പം CUETന്റെ നമുക്ക് അറിയാം, പാർട്ടിസിപ്പേറ്റിംഗ് കോളേജസ് നമുക്കറിയാം. ഈ കാണുന്ന ഇമ്പോർട്ടൻറ്റ്, ഞാൻ എല്ലാ കോളേജിലും കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ഫാക്കൽറ്റി ഓഫ് ലോയിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള വളരെ മേജർ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് 3 ഇയർ LLBയുടെ എക്സാം എല്ലാം ഇനി CUET വഴിയാണ് നടത്തുന്നത്. അപ്പം ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസിലോട്ട് നിങ്ങൾക്ക് കയറണമെങ്കിൽ ഈ പറയുന്ന എക്സാം CUET എക്സാം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തിരിക്കണം, റൈറ്റ്? അപ്പൊ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നോക്കാം. ഈ പറയുന്ന എക്സാം ആപ്ലിക്കേഷൻ ഇന്നലെ 2 ജാനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ് ടു 1 ഫെബ്രുവരി 2025 വരെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് 2 ഫെബ്രുവരി ആണ്. ആൻഡ് എന്തെങ്കിലും കറക്ഷൻ വീണ്ടും ഓപ്പൺ ചെയ്യുന്നത് 3 ഫെബ്രുവരിയും 5th ഫെബ്രുവരിയുടെ ഇടയിലാണ്. എക്സാം ഏകദേശം ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ചിന്റെ ഇടയിലാണ്. നിങ്ങൾക്ക് സിറ്റി ഏതാണെന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അഡ്മിറ്റ് കാർഡ്സ് 4 ദിവസം മുന്നെയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കഴിയുക. ആൻഡ് ഡേറ്റ് ഓഫ് എക്സാമിന്റെ റേഞ്ച് വരുന്നത് 13th മാർച്ച് ആൻഡ് 31st മാർച്ചിന്റെ ഇടയിലാണ്. കഴിഞ്ഞ വർഷം 13th മാർച്ചിനായിരുന്നു LLBയുടെ ടെസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഈ പറയുന്ന ഡേറ്റിന്റെ ഏതെങ്കിലും ഇടയിലായിരിക്കും എക്സാമിന്റെ നമ്മളുടെ ലോന്റെ എക്സാം ഉണ്ടാവുക, റൈറ്റ്? ആൻഡ് ഇതിന്റെ വെബ്സൈറ്റ്, നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് exams.nta.ac.in CUET PG എന്നുള്ള വെബ്സൈറ്റിലാണ്, റൈറ്റ്? അപ്പൊ നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ അപ്പം ഡിഗ്രി 3 ഇയറിന്റെ LLBക്കുള്ള എക്സാം ആണിത്. അപ്പൊ ഡിഗ്രി എന്ന് പറയുന്നതാണ് ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിഗ്രിക്ക് അപ്പിയർ ചെയ്യുന്നവർക്ക് ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അങ്ങനെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അപ്പിയറിംഗ് എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി. ഇനിയിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 50% മാർക്സ് അഗ്രിഗേറ്റ് ഉണ്ടാവണം. ടോട്ടൽ ആയിട്ട് 50% മാർക്സ് അഗ്രിഗേറ്റ് ഉണ്ടാവണം. അത് അൺറിസർവ്ഡ് EWS OBC NCLന്റെ കാറ്റഗറിക്കാണ് ഈ 50% അഗ്രിഗേറ്റ് മാർക്ക് എന്ന് പറയുന്നത്. മറ്റ് കാറ്റഗറി SC ST CW PW VD എന്നീ പറയുന്ന കാറ്റഗറികൾക്ക് 45% അഗ്രിഗേറ്റ് മാർക്ക് മതി. അഗ്രിഗേറ്റ് മാർക്കാണ് ഇവിടെ പറയുന്നത്, റൈറ്റ്? സോ ഇതാണ് എലിജിബിലിറ്റി എന്നുള്ള രീതിയിൽ. ഏജ് ലിമിറ്റ് ഇവിടെ ഇല്ല. ഇനി 3 ഇയറിന്റെ ഈ പറയുന്ന എക്സാമിന്റെ പാറ്റേൺ എന്താണെന്ന് നമുക്ക് നോക്കാം. മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 75 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആൻഡ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഇതിന്റെ ഡ്യൂറേഷൻ കുറച്ചിട്ടുണ്ട്, 90 മിനിറ്റ്സിലോട്ട് ആക്കിയിട്ട്. അതായത് 1 hour and 30 minutes ആയിരിക്കും ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യുകയാണെങ്കിൽ +4 മാർക്സും, നെഗറ്റീവ് ആയിട്ടുള്ള അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് -1 ലഭിക്കുക. ഇനി നമുക്ക് ഇതിന്റെ സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ സിലബസ് എന്ന് പറയുകയാണെങ്കിൽ ടോട്ടൽ ആയിട്ട് 5 ടോപ്പിക്സ് ആണ് മെയിൻലി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്, ജനറൽ നോളേജ് ആൻഡ് അവയർനെസ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ബേസിക്സ് വരുന്നുണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിംഗ്. ഇത് എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ടോപ്പിക്സ് ആണ് അതിന്റെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. സോ ഗ്രാമർ വരുന്നുണ്ട്, ടെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, റൈറ്റ്? അതേപോലെ തന്നെ യൂസേജ്, ഇംഗ്ലീഷ് യൂസേജ് എറേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ സെന്റൻസിന്റെ അകത്തുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള പാർട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ജംബിൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന് ഷഫിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന് നമ്മളൊരു സീക്വൻസിൽ എന്ത് ചെയ്യണം, അതിനെ അറേഞ്ച് ചെയ്യണം. സെന്റൻസ് കറക്ഷൻ ഉണ്ട്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാരഗ്രാഫ് കംപ്ലീഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സിനോണിം ആന്റണിം ആൻഡ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പൊ ഇത്രയും ആണ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷന്റെ അകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. അതേപോലെ ജനറൽ നോളജ് നിങ്ങൾ നോക്കുകയാണെങ്കിലും അതും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണാലിറ്റി, സ്പോർട്സ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എക്കണോമി, അതേപോലെ എക്കണോമിക്സ്, സയൻസ്, പൊളിറ്റിക്സ്, ലീഗൽ അവയർനെസ്, ട്രേഡ് അവയർനെസ്, ജിയോഗ്രഫി, കൾച്ചർ.
അപ്പോൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ജനറൽ നോളജിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ട് കൂടുതലായിട്ട് ഫോക്കസ് ഈ പറയുന്നതിന്റെ അകത്ത് ഇതെല്ലാം ഈക്വലി വരണമെന്ന് നിർബന്ധമില്ല, എല്ലാത്തിനും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ജനറൽ നോളജിന് വരണം എന്ന് നിർബന്ധമില്ല. ചില ഏരിയകളിൽ കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാറുണ്ട്. റൈറ്റ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഹിസ്റ്ററി ഒക്കെ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ദെൻ അടുത്ത് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസിക്സ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കമ്പ്യൂട്ടർ നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. റൈറ്റ്. അപ്പോൾ നമുക്ക് അറിയേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ടുള്ള ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഇതാണ് കമ്പ്യൂട്ടർ ബേസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് വരുന്നത്. ദെൻ അടുത്തത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്, ഈ രണ്ടും നമ്മുടെ അരിത്തമെറ്റിക് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെ അകത്ത് വരുമ്പോൾ ക്ലോക്ക്, ആവറേജ്, സിംപ്ലിഫിക്കേഷൻ. അപ്പൊ ഈ ഇത്രയും വലിയ സിലബസ് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട. ഇതിനകത്ത് എല്ലാത്തിനൊന്നും ചോദിക്കാറില്ല, വളരെ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ചോദിക്കാറുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോക്ക് ഉണ്ടാവാം, പിന്നെ അതേപോലെ തന്നെ പെർസെൻറ്റേജ്, പ്രോഫിറ്റ്, ലോസ്. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ ടോപ്പിക്സ് ആണ്. പെർസെൻറ്റേജ്, പ്രോഫിറ്റ്, അതേപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് വർക്ക്. അപ്പം അവരുടെ സ്കോപ്പ് സിലബസ് വളരെ വാസ്റ്റായിട്ട് കിട്ടുന്നേ ഉള്ളൂ. പക്ഷെ സാധാരണ രീതി എല്ലാ ഭാഗത്തുനിന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. വളരെ കോമൺ ആയിട്ടുള്ള വളരെ എന്താ പറയുക വളരെ കോർ ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് സാധാരണ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരാറുള്ളത്. റൈറ്റ്. അതേപോലെ തന്നെ ലോജിക്കൽ റീസണിങ് നോക്കുകയാണെങ്കിലും ഇവിടെ സെന്റൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ് ഉണ്ടാവാറുണ്ട്. ബ്ലഡ് റിലേഷൻ, നമ്പർ സീരീസ് ഉണ്ട്, കോഡ് ആൻഡ് ഡീകോഡിംഗ്, നോൺ വെർബൽ റീസണിങ്. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ സിലബസിന്റെ അകത്ത് ഈ പറയുന്നതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വളരെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് CUET PG നൽകിയിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് അവർ പറയുന്നത്. റൈറ്റ്. ആൻഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ കണ്ടു, ഓൾറെഡി 75 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉണ്ടാവുക. അപ്പം ഈ 5 ടോപ്പിക്സിന്റെ അകത്തുനിന്നും എന്ത് ചെയ്യും, ഡിഫറെന്റ് പ്രൊപ്പോർഷനിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ഇനി നമുക്ക് ഇത് എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് വെബ്സൈറ്റ് എവിടെ പോയിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ പറയുന്ന exams.nta.ac.in CUET PG എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. ആൻഡ് അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അഥവാ നിങ്ങൾക്ക് കാറ്റഗറി ഉണ്ടെങ്കിൽ നിങ്ങൾ കാറ്റഗറി നൽകുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ അവിടെ സൈഡിൽ ചോദിക്കുന്നുണ്ട് കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ ID എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, അത് വളരെ നിർബന്ധമാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ടായതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പൊ അവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ബോക്സിൽ അവർ ചോദിക്കുന്നുണ്ട്. നമ്മൾ കാറ്റഗറി കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ചോദിക്കുന്നുണ്ട് നമ്പർ അല്ലെങ്കിൽ ID എത്രയാന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുകയുള്ളൂ. ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും പ്രശ്നമില്ല, നേരെ ഡയറക്ട്ലി എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് പോവാം. കാറ്റഗറീന്റെ കാര്യം അവിടെ വരുന്നില്ലല്ലോ. അപ്പം അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ലോഡ് ചെയ്യേണ്ട 2 ഡോക്യുമെന്റ് എന്നുള്ള രീതിയിൽ ഇപ്പം സാധാരണ നോക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോട്ടോഗ്രാഫ് വേണം, നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്, അതേപോലെ തന്നെ സിഗ്നേച്ചറും വേണം. ഈ 2 കാര്യങ്ങളാണ് മെയിൻലി അപ്ലോഡ് ചെയ്യാനുള്ളത്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്തായാലും അതിന്റെ സ്കാൻഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണം. റൈറ്റ്. ദെൻ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതേ ഉള്ളൂ. അതേപോലെ ഇതിന്റെ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 1400 rupees ആണ്, OBC NCL EWS കാറ്റഗറിക്ക് 1200 ആണ്, ആൻഡ് SC ST തേർഡ് ജെൻഡറിന് വരുന്നത് 1100 ആണ്, PWBDക്ക് 1000 rupees ആണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. റൈറ്റ്. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ഓർക്കുക, 1st February വരെ മാത്രമേ സമയമുള്ളൂ. 2nd January മുതൽ 1st February വരെയാണ് ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് പേയ്മെന്റ് 2nd February ഉള്ളിൽ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് CUET PGനെ കുറിച്ചിട്ട് പറയാനുള്ളത്. വളരെ വലിയ സിലബസ് ആണ്, പക്ഷെ അത് ഓർത്തിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 69 ഡേയ്സ് നിങ്ങൾക്ക് ഉണ്ട്. അതായത് March 13th വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 69 ഡേയ്സ് നിങ്ങൾക്ക് എന്തുണ്ട്, പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് മുതൽ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ സിലബസ് എന്ത് ചെയ്യുക, വളരെ എല്ലാ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് നിർബന്ധമില്ല. റൈറ്റ്. അപ്പൊ നിങ്ങൾ വളരെ കോർ ആയിട്ടുള്ള സ്വന്തം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വളരെ കോർ ആയിട്ടുള്ള ഏരിയകൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വളരെ പോപ്പുലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ഏരിയാസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്സ് എവിടുന്നൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും.
അപ്പൊ അത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ നോക്കുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഡെഫിനറ്റ്ലി ഈ CUET PG റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും നമുക്ക് വരാനുണ്ട്. അതേപോലെ നമ്മൾ പല ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതേപോലെ തന്നെ നമ്മളുടെ പവർ അവേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി സ്റ്റേ ട്യൂൺ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.